ബട്ടർസ്കോച്ച് കേക്കിലും ഐസ്ക്രീമിലും ഡെസേർട്ടിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർസ്കോച്ച് പ്രലൈൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി ഒരു പാൻ എടുത്തത് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. അതായത് ഏറ്റവും മാക്സിമം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ലോ ആക്കുക ഫ്ലെയിം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ചൂടാക്കിയതുകൊണ്ട് പഞ്ചസാര ഇട്ട ഉടനെ തന്നെ അത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, പിന്നെ കയ്പാകും, പ്രളയൻ്റെ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോകും. നമ്മൾ കാരമൽ പുഡിങ്ങിനൊക്കെ ചെയ്യുന്നത് പോലെ കരിച്ചങ്ങ് എടുക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മെൽറ്റായി തുടങ്ങുന്ന ഒരു സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ചുമ്മാ നമ്മൾ സ്പൂണിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോട്ടെ. ഇപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ഹണിയുടെ പോലത്തെ ഒരു കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ബട്ടറിൽ ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയൊരു സോൾട്ടിൻ്റെ ടേസ്റ്റ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ബട്ടർ മെൽറ്റായതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 100 ഗ്രാം കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബദാം, പീനട്ട് ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാരമലിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കോ ബട്ടർ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് അത് കട്ടിയാക്കി പോവും. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ അടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ടത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പ്രലൈൻ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പ്ലേറ്റിൽ നിന്ന് ഈസി ആയിട്ടത് വിട്ടുപോരുകയും ചെയ്തു. കണ്ടോ, നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊന്ന് പൊടിക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിക്കാം. ചപ്പാത്തി റോളർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ഫൈൻ പൊടിയൊന്നും ആക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു ഇതിലങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് പൊടിയാക്കണ്ട. അപ്പം മിക്സിയിലൊന്നും ഇടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയിലിട്ടാൽ ഒരുപാട് ഫൈനായി പോകും. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു സിപ്ലോ കവറിലിട്ടിട്ട് ഒരു ചപ്പാത്തി റോളർ കൊണ്ടുവന്ന് അടിച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബട്ടർസ്കോച്ച് പ്രലൈൻ. പ്രലൈൻ്റെ സൈസ് ചേഞ്ചസ് വരുത്താം. ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഷുഗർ മെൽറ്റ് ചെയ്യുന്നതിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രലൈൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.